ആവശ്യപ്പെട്ടതനുസരിച്ച് ഡൽഹിയിൽ ചെന്നപ്പോൾ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് ബാംഗ്ലൂരിൽ നിന്ന് അറസ്റ്റ് ചെയ്തു എന്ന രീതിയിലുള്ള വ്യാജ വാർത്തകളൊക്കെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ രാജ്യവ്യാപകമായി ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ഇന്ത്യ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന RSS പിന്തുണയ്ക്കുന്ന NDA ഗവൺമെന്റ് ഇക്കഴിഞ്ഞ ഫെബ്രുവരി 13-ാം തീയതി രാജ്യത്തിന്റെ ഭരണഘടനയ്ക്ക് ഒരു നിലക്കും നിരക്കാത്ത തരത്തിലുള്ള വഖഫ് ഭേദഗതി ബില്ല് പാർലമെന്റിന്റെ ഇരുസഭകളിലും കൊണ്ടുവന്നപ്പോ അന്നു മുതൽ രാജ്യത്ത് അങ്ങോളം ഇങ്ങോളം അതിശക്തമായ ജനപങ്കാളിത്തത്തോടുകൂടിയുള്ള പ്രതിഷേധങ്ങൾ രാജ്യവ്യാപകമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഏക രാഷ്ട്രീയ പ്രസ്ഥാനം സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ SDPI എന്ന നവസാമൂഹിക രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. RSSനെ സംബന്ധിച്ചിടത്തോളം തങ്ങളെ എതിർക്കുന്നവരെ, തങ്ങളെ വിമർശിക്കുന്നവരെ നാളിതുവരെയായി RSS ഇന്ത്യ രാജ്യത്ത് ഒരു വിമർശനാതീതമായ വിശുദ്ധ പശുവായിരുന്നുവെങ്കിൽ RSSന്റെ നെറികേടുകൾക്കെതിരെ വളരെ കൃത്യമായി വിരൽ ചൂണ്ടാനും വിമർശനം ഉന്നയിക്കാനും തന്റേടം കാണിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഇന്ത്യ രാജ്യത്ത് അങ്ങോളം ഇങ്ങോളം ശക്തിപ്പെട്ടു വരുന്നു എന്ന തിരിച്ചറിവാണ് ഈ രീതിയിലുള്ള അറസ്റ്റ് നാടകങ്ങളിലൂടെ SDPIക്കെതിരെ കുതിര കയറാൻ RSSനെ പ്രേരിപ്പിക്കുന്നതെങ്കിൽ ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത് അത്തരം കൽത്തുറുങ്കുകൾ കൊണ്ട്, കാൽച്ചങ്ങലകൾ കൊണ്ട്, തൂക്കുമരങ്ങൾ കൊണ്ട്, തോക്കുകൾ കൊണ്ട് ഇല്ലാതാക്കാൻ കഴിയുന്ന ഒരു സ്വപ്നമല്ല സോഷ്യൽ ഡെമോക്രാറ്റുകളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ മനസ്സിൽ പേറിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, സൂര്യനസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ ഈ രാജ്യത്ത് വാരിക്കുന്നതുമായി തങ്ങൾക്ക് ലഭ്യമായിട്ടുള്ള സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തി വൈദേശിക അധിനിവേശ ശക്തികളെ നൂറ്റാണ്ടുകളിൽ നിന്ന് സ്വാതന്ത്ര്യ സമരത്തിലൂടെ ഈ രാജ്യത്ത് നിന്ന് കെട്ടിക്കട്ടിച്ച ഇന്ത്യൻ ജനത RSSനെ ഇന്ത്യൻ മണ്ണിൽ കുഴിച്ചു മൂടുന്നത് വരെ ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങളുമായി രാജ്യത്തിന്റെ തെരുവുകളെ പ്രക്ഷുബ്ധമാക്കുമെന്ന് ഇത്തരുണത്തിൽ ഓർമ്മപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഒരു അന്വേഷണത്തിന് വേണ്ടി ചോദ്യം ചെയ്യാൻ ഒരു ഓഫീസിലെത്തിയ ഒരു പാർട്ടിയുടെ നേതാവിനെ അറസ്റ്റ് ചെയ്തിട്ട് വ്യാജ വാർത്ത പ്രചരിപ്പിക്കുകയാണ്. ബാംഗ്ലൂരിൽ നിന്ന് അറസ്റ്റ് ചെയ്തു എന്ന്, അല്ലേ? കള്ളപ്പണക്കേസ് എന്നാ പറയുന്നത്. ഇത്തരം ഒരു ആരോപണം ഉന്നയിച്ച് വർഷങ്ങൾ കഴിഞ്ഞു. ഇതുവരെ വളരെ പരസ്യമായി പത്രസമ്മേളനങ്ങൾ നടത്തിയും വിവിധ സമ്മേളനങ്ങളിൽ പങ്കെടുത്തും പാർട്ടിയുടെ ദേശീയ അധ്യക്ഷൻ ഈ രാജ്യത്ത് വളരെ സ്വതന്ത്രമായി ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അദ്ദേഹത്തെ ഇത്തരത്തിലുള്ള തന്ത്രങ്ങൾ നനഞ്ഞുകൊണ്ട് അറസ്റ്റ് ചെയ്തിട്ട് അതിലൂടെ ഭയപ്പെടുത്താമെന്നാണ് വിചാരിക്കുന്നത് എങ്കിൽ അത്തരം അറസ്റ്റുകൾ കൊണ്ടോ ജയിലറുകൾ കൊണ്ടോ ഈ പ്രസ്ഥാനത്തിനൊരു പോറലും ഏൽപ്പിക്കാൻ സാധ്യമല്ല എന്ന് അത്തരം ഏജൻസികളോടും ഭരണകൂട സംവിധാനങ്ങളോടും സൂചിപ്പിക്കാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ്. ഈ പാലക്കാട് ജില്ല ഉൾപ്പെടെ പട്ടാമ്പി നിയോജക മണ്ഡലത്തിൽ നിന്ന് ഉൾപ്പെടെ നിരവധി ഞങ്ങളുടെ സഹപ്രവർത്തകർ, പട്ടാമ്പിയിലെ പാർട്ടിയുടെ സംസ്ഥാന സമിതി അംഗമായ SP അമീർ അലി ഉൾപ്പെടെയുള്ള നിരവധി നേതാക്കളും സഹപ്രവർത്തക സഹോദരങ്ങളും കഴിഞ്ഞ 2 വർഷത്തിലേറെയായി രാജ്യത്തെ ജയിലുകളിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് SDPIയുടെ പ്രവർത്തനത്തെ ഇല്ലാതാക്കാൻ പോയിട്ട് എവിടെയെങ്കിലും ഒന്ന് കുറയ്ക്കാൻ ആർക്കെങ്കിലും സാധ്യമായിട്ടുണ്ടോ? അതുകൊണ്ട് അത്തരം ഭീഷണികൾ കൊണ്ട്, ജയിലറ് കൊണ്ട്, അറസ്റ്റ് കൊണ്ട് ഈ സംവിധാനത്തെ തകർക്കാമെന്ന് ആരെങ്കിലും ധരിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അവർ വിഡ്ഢികളുടെ പാതാളത്തിലാണ് എന്ന് മാത്രം സൂചിപ്പിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ്. ഇത്തരത്തിലുള്ള പ്രതിഷേധം ഇന്ന് ഇതേ സമയത്ത് പാലക്കാട് നഗരത്തിലെ സ്റ്റേഡിയം സ്റ്റാൻഡ് പരിസരത്ത് ഈ പാർട്ടിയുടെ ജില്ലാ അധ്യക്ഷൻ ഷഹീർ ചാലിപ്പുറം ഇതുപോലെ അഭിവാദ്യം ചെയ്ത് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള മുഴുവൻ ജില്ലകളിലും ഇന്ത്യ രാജ്യത്തെ മുഴുവൻ സംസ്ഥാനങ്ങളിലും തെരുവുകളെ പ്രക്ഷുബ്ധമാക്കിക്കൊണ്ടുള്ള പ്രക്ഷോഭങ്ങളുടെ ഒരു തുടക്കം മാത്രമാണ് ഇപ്പോൾ പട്ടാമ്പിയിൽ നടന്നിട്ടുള്ളത്. ആദരണീയനായ ദേശീയ അധ്യക്ഷനെ കസ്റ്റഡിയിൽ നിന്ന് വിട്ടയക്കുന്നില്ല എങ്കിൽ അതിശക്തമായ സമര പരമ്പരകൾ ഇന്ത്യയുടെ തെരുവുകളെ പ്രക്ഷുബ്ധമാക്കുമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഇവിടെ സന്നിഹിതരായ പാർട്ടിയുടെ അഭിമന്യരായ നേതാക്കൾ, സഹപ്രവർത്തകർ, ജനാധിപത്യ വിശ്വാസികൾ എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട്
ഫാസിസ്റ്റ് ഭരണകൂടം നടത്തിക്കൊണ്ടിരിക്കുന്ന ഇത്തരം ജനാധിപത്യ വിരുദ്ധമായ നടപടികൾക്കെതിരെ ശക്തമായ പ്രതിഷേധങ്ങൾ നടത്തുന്നതിന് ഇന്നാട്ടിലെ മുഴുവൻ ജനാധിപത്യ വിശ്വാസികളോടും ആഹ്വാനം ചെയ്തുകൊണ്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ ശ്രമിച്ച മുഴുവൻ ആളുകൾക്കും ഹൃദയനിർഭരമായ പ്രകാശിപ്പിച്ചുകൊണ്ട് ഉപസംഹരിക്കട്ടെ. അഭിവാദ്യങ്ങൾ. ജയ് സോഷ്യൽ ഡെമോക്രസി.